ഒരു തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമാവുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തരത്തിലും പ്രവർത്തിക്കരുത് എന്ന തരത്തിലാണ് ഭരണകക്ഷി സർക്കാർ പോകുന്നത്. കോൺഗ്രസിൻ്റെ മുഴുവൻ ഫണ്ടും ഫ്രീസ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി നിലവിളിക്കുന്ന പോലെ പറയുകയാണ്, ഞങ്ങൾക്ക് പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ പോലും പൈസയില്ല. എന്ത് ജനാധിപത്യമാണ് ഇത്? എന്ത് പറ്റി കോൺഗ്രസിന്? എവിടെ പോയി അവരുടെ കാശൊക്കെ? എല്ലാവരും IT പിടിച്ചുകൊണ്ട് പോയി. IT പിടിച്ചോണ്ട് പോയി? ITക്ക് ഇങ്ങനെ കാശൊന്നും എടുക്കൊണ്ട് പോകാൻ പറ്റില്ല. ലൂസായിട്ട് ക്യാഷ് വെച്ചിരുന്നോ വീട്ടിൽ? ബാങ്ക് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തു, അതൊക്കെ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. ബാങ്ക് വിഡ്രോ ഒന്നും ചെയ്തിട്ടില്ല, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അല്ലേ? ബാങ്ക് 210 കോടി രൂപയാണ്. അതെ, അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാശൊന്നും കിട്ടിയിട്ട് എന്താ കാര്യം? ഫ്രീസ് ചെയ്യാൻ എന്താ കാര്യം? വെറുതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആരും ഫ്രീസ് ചെയ്യില്ല. ദർ ഈസ് എ ക്രൈം ഇൻവോൾവ്. അതുകൊണ്ട് ഫ്രീസ് ചെയ്തു. ഇവർ 1995 മുതലോ മറ്റോ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടില്ല, റിട്ടേൺസും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അത് അപ്പോൾ പിടിക്കണ്ടേ? ഇല്ല, അത് എത്ര നോട്ടീസ് കൊടുത്തു, എന്തെല്ലാം ചെയ്തു, അവസാനം അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇവർ ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണൽ, ഏത് നമ്മളുടെ PVRC ഒക്കെ വന്ന സാധനമില്ലേ, ഇത് ഇൻകം ടാക്സിൽ തന്നെ ഒരു അപ്പലേറ്റ് അതോറിറ്റിയുണ്ട്. അവിടെ തോറ്റു, ട്രിബ്യൂണലിൽ പോയി. എന്നിട്ട് നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു ട്രിബ്യൂണലിൽ പോകും. ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ തോറ്റു. എന്നിട്ട് ഇപ്പോൾ ഹൈക്കോടതി വന്നിരിക്കുകയാണ്. ഹൈക്കോടതി കൊടുക്കണം. അത് പല വകുപ്പിലാണ്. ഈ കൊടുക്കണ്ട എന്നുള്ള ചില എക്സ്പെൻസും ഉണ്ട്, കൊടുക്കേണ്ട ചില എക്സ്പെൻസും ഉണ്ട്. അതാണ് നമ്മുടെ ഈ CMRL പ്രശ്നം. CMRL ട്രിബ്യൂണലിന് മുമ്പിൽ പോയ, സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിൽ പോയത് എന്തിനാണ്? ഇന്ന എമൗണ്ട് എൻ്റെ ചിലവാണ്, അതിൻ്റെ പുറത്ത് ടാക്സ് അടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ട്രിബ്യൂണൽ പറഞ്ഞു ഇല്ല, അത് ചിലവായിട്ട് കൂട്ടാൻ പറ്റില്ല, നിങ്ങൾ ചിലവ് ചെയ്തതാണ്, പക്ഷേ നിങ്ങൾക്ക് ടാക്സ് ഇളവ് കിട്ടില്ല. ഇങ്ങനെ ചില ചിലവുകൾ ടാക്സ് ഇളവ് ഉള്ളതും ചിലത് ഇല്ലാത്തതുമാണ് പൊളിറ്റിക്കൽ പാർട്ടികൾക്കും. അപ്പോൾ അതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇൻകം ടാക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയൊന്നുമല്ല. പൊളിറ്റിക്കൽ പാർട്ടിക്ക് ബന്ധമുണ്ട്. അവർ റിട്ടേൺസ് കൊടുക്കണം. അവരുടെ എക്സ്പെൻസസ് നോക്കിയിട്ട് അതിൽ ടാക്സബിൾ നോൺ ടാക്സബിൾ തിരിച്ചിട്ട് അവർക്കും ടാക്സ് ഉണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക്. അതിവർ അടച്ചിട്ടില്ല, റിപ്ലൈ ചെയ്യില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നിയമം കൊണ്ട് ഇങ്ങനെ എഴഞ്ഞ് പോയിട്ട് അതിൻ്റെ സമയമായപ്പോൾ അവനങ്ങ് കയറി. സമയമായതുകൊണ്ടോ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ടാണോ? ഇല്ല, ആയിരിക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണെന്ന് വെച്ചോ, അതുകൊണ്ട് എന്താ അങ്ങനെ ചെയ്യാമോ? അതിന് മുമ്പ് ചെയ്തിരുന്നത് നിങ്ങൾ എന്ത് ചെയ്തേനെ? ഈ കഴിഞ്ഞിട്ട് ചെയ്യായിരുന്നല്ലോ. അല്ല, ഇതിന് മുമ്പ് ചെയ്തതെന്ന് വെച്ചോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന് പറയുന്നത് ചെയ്യരുത്. ഒരു 6 മാസം മുമ്പ് ചെയ്തു. എന്ത് ചെയ്തേനെ കോൺഗ്രസ്? ഞാനതല്ല പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ ഒക്കെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. അതെ, ഒരു കണ്ണുവാട്ടം അല്ല, പാരമ്പര്യമല്ല. ഞാൻ സ്ട്രെയിറ്റ് വേ ഇത് സമ്മതിക്കാൻ തയ്യാറാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആൾ രാഹുൽ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയൊന്നുമല്ല. ഇതുവരെ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ടെന്നാണ്. സ്വാതന്ത്ര്യം നേടിത്തന്ന ആളാണ്. അതുകൊണ്ട് പുള്ളിക്ക് ടാക്സും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട. അല്ല, ഞാൻ പാരമ്പര്യമില്ലെന്ന് ഈ മൊത്തം ഇത് ക്രെഡിറ്റ് അങ്ങേർക്ക് കൊടുക്കുകയാണ്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു സബ്മിറ്റ് ദ ഇൻകം ടാക്സ് റിട്ടേൺസ്. രാജ്യത്തെ എല്ലാവരും ഈ ഒരു കുടുംബത്തെ ഒരു വിശിഷ്യ അധികാരമുള്ള കുടുംബമായിട്ടല്ല കരുതുന്നത്. അതെ, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ചേട്ടാ ഒന്ന് താ, ചേട്ടൻ കൊടുക്കണില്ല. അവസാനം ചേട്ടൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ചേട്ടൻ ട്രിബ്യൂണലിലും കോടതിയിലും അവിടെ ഇവിടെയൊക്കെ പോയി, ഒരു രക്ഷയും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ തെറിവിളി തുടങ്ങി. അതുവരെ തെറിവിളിക്കില്ലായിരുന്നു. ആദ്യം ഫ്രീസ് ചെയ്തപ്പോൾ ഒരു ബഹളം നടന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ വിചാരിച്ചു ട്രിബ്യൂണലിൽ പോയിട്ട് ജയിക്കാം, കോടതിയിൽ പോയിട്ട് ജയിക്കാമെന്ന്. കോടതി ഡീഫ്രീസ് ചെയ്തില്ല. കോടതി പറഞ്ഞു ഇത് പരിശോധിക്കാം ഞങ്ങൾ. ട്രിബ്യൂണലിൻ്റെ വിധിക്ക് ഒന്നാമത് ഈ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിക്ക് അപ്പീലില്ല. പക്ഷേ അപ്പീലില്ല എന്നുള്ളത് കോടതികൾ സമ്മതിക്കില്ല. ഇത് അതിനകത്തെ ഒരു ഉടക്കാണിത്. നോ അപ്പീൽ വിൽ സ്റ്റാൻഡ് ഇൻ എനി ഓഫ് ഇന്ത്യൻ കോർട്ട് എന്നൊക്കെ പറഞ്ഞ് നിയമത്തിൽ എഴുതി വയ്ക്കും. കോടതി അത് സമ്മതിക്കില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതി. അങ്ങനെ ഞങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തൊരു നിയമം എടുക്കാൻ പറ്റില്ല എന്ന് അവർ നേരെ കയറി അങ്ങ് ഇടപെടും. ഇതുപോലെയാണ് ഈ ഉപഭോക്തൃ കോടതി. ശ്രദ്ധിച്ചിട്ടുണ്ട്? ജില്ലാ ഉപഭോക്തൃ കോടതി, അത് കഴിഞ്ഞ് സംസ്ഥാന ഉപഭോക്തൃ കോടതി, പിന്നെ നാഷണൽ കോടതി. അതും കഴിഞ്ഞിട്ട് നേരെ പിന്നെ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുള്ളൂ, ഹൈക്കോടതിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ പ്രാക്ടിക്കലി ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ ഒരു ഓർഡർ
ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഹൈക്കോടതി അത് എൻ്റർടൈൻ ചെയ്യും. മറ്റേ വക്കീൽ പറഞ്ഞു ദിസ് കോർട്ട് ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ. വാട്ട് യു സേ? വി ഡോണ്ട് ഹാവ് ജൂറിസ്ഡിക്ഷൻ. വാട്ട് ഈസ് ആർട്ടിക്കിൾ 226? കാരണം ആർട്ടിക്കിൾ 226 വെച്ച് കംപ്ലീറ്റ് സംസ്ഥാനം അവരുടെ കയ്യിലാണ്. അവരങ്ങ് കയറി ഇടപെട്ടിട്ട് ഓർഡറാക്കി കഴിഞ്ഞു. ജില്ലാ ഉപഭോക്തൃ എന്ത് ചെയ്യാനാണ്? അതിനകത്ത് ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ വലിയ നിയമവും സംഗതിയൊന്നുമില്ല. ഈ ഒരു ഒത്തുതീർപ്പ് ടീമാണല്ലോ. അതെ, ആ. പക്ഷേ ആ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആക്ടിലെ ചട്ടമനുസരിച്ച് ജില്ല കഴിഞ്ഞ് സ്റ്റേറ്റ് കഴിഞ്ഞ് നിങ്ങൾ സെൻട്രലിൽ പോയിട്ട് സുപ്രീം കോടതി, പിന്നെ സുപ്രീം കോടതി. ഇതാണ് ഇതിൻ്റെ സ്കീം ഓഫ്. ഇതിനിടയ്ക്ക് ഹൈക്കോടതി കയറി അങ്ങ് ഇടപെട്ടിട്ട് എത്രയോ ഓർഡറുകൾ കൊടുത്തു, പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഹൈക്കോടതിക്ക് ചെയ്യാം. പക്ഷേ ഇവർക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ചെയ്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി, ഒന്നാമത് മോദിക്ക് കിട്ടിയ, BJP കിട്ടിയ എൻ്റെ 4-1 ഇലക്ട്രൽ ബോണ്ടായിട്ട് ഒരു സ്റ്റേറ്റ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളെങ്കിലും കിട്ടിയുള്ളൂ. പിന്നെ ഈ കാശും പോയി. എന്ത് ചെയ്യും TG? എനിക്ക് മനസ്സിലാവില്ല. അവരുടെ മുന്നണിക്ക് എത്ര കിട്ടി, അവർക്ക് എത്ര കിട്ടി എന്നുള്ളതല്ല ചോദ്യം. മൊത്തം 20,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. 303 സീറ്റുള്ള BJPക്ക് കിട്ടിയിരിക്കുന്നത് 6,600 കോടി. ബാക്കി 13,400 കോടി ആർക്കാ കിട്ടിയിരിക്കുന്നത്? BJPക്ക് കിട്ടിയതിൻ്റെ ഏകദേശം ഇരട്ടി കാശ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നു. അതിനകത്ത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മമത മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പരാതിയുണ്ട്. അത് നിങ്ങൾ തമ്മിൽ തീർത്തോളാം. ഏതായാലും ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്, ഭരണകക്ഷിക്കല്ല. കിട്ടിയവരാണല്ലോ BJP കുറ്റം പറഞ്ഞത്. കിട്ടിയത് മുഴുവൻ BJPക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? വാദിയെ പ്രതിയാക്കിക്കൊണ്ടാണ് ഇവിടെ സംഗതി മുഴുവൻ നടക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ BJPക്ക് കിട്ടി, BJPക്ക് കിട്ടി, മറ്റേ ആൾക്ക് കിട്ടിയതോ? അല്ല, അങ്ങനെ അല്ലല്ലോ. BJPക്ക് കിട്ടാൻ പാടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ TV-യിൽ. അല്ല, ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ BJPക്ക് കിട്ടിയതിനെ ചോദിക്കും, അത് പറയൂ. ശരി, അത് പറഞ്ഞു. BJPക്ക് കിട്ടിയത് 6,600 കോടി രൂപ. അത് പറഞ്ഞു, സമ്മതിച്ചു. മറ്റുള്ളവർക്ക് കിട്ടിയത് വിഷയമല്ല എന്നാണ് പറയുന്നത്. എന്നേക്കാൾ എൻ്റെ ഇരട്ടി കാശ് മേടിച്ചത് സുനിൽ പോക്കറ്റിലിട്ടിട്ട് എന്നെ കുറ്റം പറയും, ഇതേ കള്ളൻ, അവൻ കാശ് മേടിച്ച കണ്ടില്ല. എന്ത് ചെയ്യുമെന്ന് പറ. എന്നിട്ട് ഈ നരേറ്റീവ് മുഴുവൻ ഓടിച്ചിട്ട് ഗതി പിടിക്കുന്നുണ്ടോ? അതുമില്ല. പക്ഷേ ഈ ഇലക്ഷൻ കാലത്ത്, കഴിഞ്ഞ ഇലക്ഷനിൽ നോക്കിയാൽ റഫാൽ അഴിമതി, ചില്ലറ അഴിമതിയായിരുന്നു. പ്രതിരോധ വകുപ്പ്, നമ്മളുടെ പ്രതിരോധത്തിൻ്റെ കുന്തമുനയായ എയർഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്ലെയിൻ, അതിലാണ് നരേന്ദ്രമോദി അഴിമതി കാണിച്ചിരിക്കുന്നത്. ഈ സാധനം ക്ലിക്ക് ചെയ്യും. കാരണം ഇന്ത്യൻ ജനതയ്ക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാജ്യസ്നേഹമുള്ളവരാണ്. ഇതിൽ മോദി പെട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്തൊരു കിഴങ്ങുമില്ലോടോ എന്ന് പറയും, ചീറ്റിപ്പോയി. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിട്ട് കളിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, CPM എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിലവ് വഹിക്കുന്നത്? ബക്കറ്റ് പിരിവ് കൊണ്ടോ? അതൊന്ന് പറയണം. CPM ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടില്ല, അവർ പുണ്യാളന്മാരാണ്. അല്ല, DMK മേടിച്ചതിൻ്റെ പങ്ക് മേടിച്ചിട്ടുണ്ട്. അത് ശരി, അതെന്തോ 10 കോടിയോ മറ്റോ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ സുനിലെ, 10 കോടിയൊക്കെ നിസ്സാരമാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതെ. ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ഹ്യൂജ് എമൗണ്ട്. നമ്മൾ ദരിദ്രവാസികളായാണ് 10 കോടി ഒരുമിച്ച് സുനിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. 1 കോടിയുടെ നോട്ട് അട്ടിയിട്ട് വെച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ദരിദ്രവാസിയാണ്. അതുകൊണ്ട് ഇതൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു ആധികാരികമായ ഫിഗേഴ്സ്. കഴിഞ്ഞ 2019 തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ ഈ 3 പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻസ് ചിലവാക്കിയ തുകയാണ് ഞാൻ പറയുന്നത്. 20 കോടി, 16 കോടി, 14 കോടി. ആരെത്ര എന്ന് ഞാൻ പറയില്ല. 20, 16, 14 ഒരു ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ. ഇപ്പോൾ അത് 30, 35 റേഞ്ചിലെത്തിക്കാണും. ഒരു ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടത് 35 കോടിയാണ്. അപ്പോഴാണ് പറ്റി DMK എടുത്ത് മേടിച്ചു എന്ന് പറയും. ബാക്കി കാശ് എവിടെ നിന്നാണ്? ഇത് 1 കോടി എത്രയാണ്? 95 ലക്ഷം രൂപ മറ്റാണ് ഒരു MP-ക്ക് ചിലവാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ലിമിറ്റ്. 1 കോടി എന്ന് വെച്ചോ, 95 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 1 കോടി. ഇവർ ചിലവാക്കുന്നത് 10, 30, 35 കോടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു സെൻട്രൽ ലെവൽ പൊളിറ്റീഷ്യൻ, അങ്ങനെയുടെ പേര് ഞാൻ പറയില്ല, അങ്ങനെ ഒരു ഡിസ്കഷനിൽ അവർക്കത് ഈ ഫിഗർ പുറത്തു വിട്ടു. അങ്ങനെയാണ് ഈ ഫിഗർ 30, 35 എനിക്ക് പിടികിട്ടിയത്. നോർത്തിൽ 30, 35 ആണെങ്കിൽ ഇവിടെ കുറഞ്ഞത് 28, 30 കാണും. അത്രയും കോസ്റ്റ്ലി അല്ല കേരളത്തിലെ ഇലക്ഷൻ. അവിടെ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ബിക്കോസ് കോൺസ്റ്റിറ്റ്യുവൻസീസ് വളരെ വലുതാണ്. അവിടെ കൊടുക്കേണ്ട പ്രതിഫലം വളരെ വലുതാണ്. ഇതാണ് ഞാൻ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അണികൾക്കറിയാം. ഇത്രയും കാശ് മറിയുന്നുണ്ട്, ഈ ചേട്ടനിൽ ഇത്രയും കാശുണ്ട്, കുറച്ച് ഞങ്ങൾക്ക്
ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ക്രെഡിബിലിറ്റി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ലീഡേഴ്സ് ആൻഡ് കേഡേഴ്സ്. ഒരു 75% ക്രെഡിബിലിറ്റിയേ ഉള്ളൂ. 25% എങ്കിലും ആൾക്കാർക്ക് ഇപ്പം ഈ പാർട്ടിയുടെ വർക്കേഴ്സിന് തന്നെ നേതാക്കന്മാരെ അത്രയ്ക്ക് വിശ്വാസമില്ല. അപ്പം ഇച്ചിരി കാശ് അടിച്ച് മാറ്റുന്നുണ്ട്. ഇത് കൂടാതെയാണ് നേതാക്കന്മാർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം. ഞാൻ ആ രീതിയിൽ ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്ന ആളായിരുന്നു. ഒരു കാൻഡിഡേറ്റിനും വേറൊരു കാൻഡിഡേറ്റിനെ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എക്സെപ്റ്റ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അത് ഹീനമായ പോയിൻറ്റ്സ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ അറ്റാക്ക്. പൊളിറ്റിക്കൽ അറ്റാക്ക് നടക്കുന്നേ ഇല്ല. പൊളിറ്റിക്കൽ അറ്റാക്ക് ഇല്ല. നമ്മൾ MP ഫണ്ട് പറയുന്നില്ല, CA പറയുന്നില്ല, രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരുദ്ധ പ്രസംഗം പറയുന്നില്ല. എല്ലാവരും വികസനം വികസനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. വാട്ട് വികസനം? ഇന്നലെ LDFൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് പറയുന്നത് കേരളമെമ്പാടും ഹൈവേ വികസനം നടപ്പാക്കി. BJP ഇട്ട് പറയുന്നുമില്ല. അത് പഞ്ചായത്ത് റോഡ് ഇപ്പോൾ ഹൈവേ ആക്കി. ഞാനെൻ്റെ പഴയ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ പഞ്ചായത്ത് റോഡ് അതിൽ കൂടുതലും സൈക്കിൾ ഓട്ടോറിക്ഷയൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റോഡ് അങ്ങനെ നാശമായിട്ടൊന്നുമില്ല. ഈ റോഡിൻ്റെ രണ്ടക്ഷത്ത് വെള്ള വര അങ്ങ് വരയ്ക്കുക, ഹൈവേ ആയി. ഇത്രേ ഉള്ളൂ. ആ വെള്ള വര ഒരു യന്ത്രം കൊണ്ടാണ് ഒരു ഉരുള് ഇങ്ങനെ എന്നിട്ട് രാത്രി തിളങ്ങുന്ന ഒരു റിഫ്ലക്ടർ നോക്കും. ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഹൈവേ ആയി. ഏത് പഞ്ചായത്ത് റോഡും 15 അടി വീതിയേ ഉള്ളൂ, അത് ഹൈവേ ആക്കും. അങ്ങനെ ചുരുങ്ങിയ പ്രധാനപ്പെട്ട സംഗതി, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നോട്ട് നിരോധനം വന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മുഴുവൻ കൊളായി. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം ഇങ്ങനെ നിലവിളിക്കുകയാണ്, കോൺഗ്രസ്, ഞങ്ങൾക്ക് 5 പൈസയില്ല, ഞങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പിന് നേരിടും. അതൊരു സഹതാപ തരംഗമായിട്ട് മാറുമോ? അത് സഹതാപ തരംഗമായിട്ട് മാറി. എനിക്കറിയാം, ഞാൻ കേരളത്തിൽ ഈ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തുണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ നടന്ന ഒരു കമ്പനി അത്തപ്പാവികളാണ്. അവരും കുഴപ്പത്തിലായി. അവർ കടം മേടിച്ചു, 2 ലക്ഷം രൂപ ക്യാഷ് മേടിച്ചുകൊണ്ട് വന്നു. വൈകുന്നേരം രാത്രി ഈ മഹാഭാവി നോട്ട് നിരോധനം എന്നെ വിളിച്ച്, എൻ്റെ പൊന്നു ചേട്ടാ എന്ത് ചെയ്യും, പുള്ളിയുടെ താമതാ പറഞ്ഞ് മേടിച്ചാണ്. അപ്പോൾ ഈ മനുഷ്യനെ എനിക്കറിയാം. ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, അതെ നിങ്ങൾ ആപത്തിൽ അവരെ സഹായിച്ചു, വലിയ സന്തോഷം, പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു. പുള്ളി പറഞ്ഞു സാരമില്ല, അവരോട് രാവിലെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ, ഞാൻ എന്നിട്ട് ചെക്ക് കൊടുക്കാം, അവർ ബാങ്കിൽ പോയിട്ട് ഏതാ പുതിയ നോട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാൻ ക്യാഷ് ചെക്ക് കൊടുക്കാം. പുള്ളി ആ ക്യാഷ് തിരിച്ചെടുത്തു. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവർ മുങ്ങിപ്പോയന്. 2 ലക്ഷം രൂപ കള്ളപ്പണമായിട്ടാണല്ലോ അത് വരുന്നത്. കൈവായ്പയാണെന്നൊക്കെ പറയാം, ബട്ട് ദെൻ പിന്നെ അത് കൺവേർട്ട് ചെയ്യാനുള്ള പ്രയാസം. 2 ലക്ഷം രൂപയുടെ നോട്ടൊന്നും മാറ്റുക എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല, ഭരണകക്ഷിയും അവരോട് ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ വിഷമിച്ചു. അന്ന് ജനങ്ങളെല്ലാം വിഷമിച്ചു. അത് വിഷമിക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ മോദി എന്നോട് സഹായിക്കണം, എൻ്റെ കൂടെ നിൽക്കണം, എനിക്കൊരു 60 ദിവസം നിങ്ങൾ തരണം, ഞാനിത് നോർമലാക്കാം എന്ന് പറഞ്ഞു. അന്നെല്ലാവരും പറഞ്ഞു, ഈ മനുഷ്യൻ ഭൂമിയിൽ എവിടെയൊക്കെ ആരൊക്കെ നോട്ട് നിരോധിച്ചിട്ടുണ്ടോ അവരെല്ലാം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തിയറി, ഡാറ്റയൊക്കെ കറക്റ്റാണ് അവരുടെ. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ CPM ഇപ്പോൾ ജ്യോത്സ്യന്മാരെയൊക്കെ ഇപ്പോൾ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തവനെല്ലാം അങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ശരി നടക്കട്ടെ എന്ന്. അങ്ങേർക്കൊന്നും സംഭവിച്ചില്ല. അങ്ങേര് പിന്നെ അധികാരത്തിൽ വന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് കേജ്രിവാൾ ആൻഡ് അതർ തിങ്സ്, ഇത് മദ്യനയത്തിൻ്റെ അഴിമതിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഇത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാരോട്, ചെറിയ കടക്കാരോടൊക്കെ. അവരെല്ലാം പറഞ്ഞു, ഖൂബ് ബനായ സാബ്, ഖൂബ് ബനായ, നല്ല കാശുണ്ടാക്കി. പക്ഷേ അയാളുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റി അവർക്ക് നല്ല അഭിപ്രായമാണ്. അതെ അതെ. അയാളുടെ ഈ ചവറ് നീക്കം ഡൽഹിയിൽ, പിന്നെ ഈ സ്കൂളുകൾ നന്നായിട്ട് നടത്തി, ആശുപത്രികൾ മൊഹല്ല ക്ലിനിക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് അയാൾ നിരന്തരം ഈ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ അയാൾ ജയിച്ചു വരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അവർ പറയുന്നത് അയാൾ കാശുണ്ടാക്കിയിട്ടുണ്ട്, ഉറപ്പായിട്ടും കാശുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് വിധേയരാവണം. നികുതി കൊടുക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഓരോ പാർട്ടികളുടെയും കടമയാണ്. അത് കൊടുക്കാതിരുന്നിട്ട്
അത് ഏജൻസികൾ അത് പിടിച്ചെടുക്കുമ്പോൾ അല്ല, എനിക്ക് അത് ഈ ഉള്ളത് അട്ടിമറിയാന്ന് ഈ പറയരുത്. ഫാസിസം ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ദേ ഫീൽ ദേ ആർ എബവ് ലോ. അതെ അതെ, ഒരു നിയമവും എനിക്ക് ബാധകമല്ല. അതെല്ലാം ബാധകമാകുന്നത് BJPക്കും സംഘപരിവാറിനും എന്നെയും സുനിലിനെയും പോലുള്ള സാധാരണക്കാർക്കുമാണ്. എന്നെ അത് ബാധിക്കുന്നില്ല. എന്നെ തൊടാൻ കാരണം പാടില്ല. ഞാൻ ഇതിൻ്റെ അതോറിറ്റിയാണ്. ഞാനാണ് തീരുമാനിക്കുന്നത് എന്താണ് നിയമം, എന്താണ് ജനാധിപത്യം. ഞാൻ അസ്പൃശ്യനാണ്. എന്തായാലും ആ തിയറി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് പൂർണ്ണമായും ഇത് ഇല്ലാതാവുന്ന കാലത്ത് ജനാധിപത്യം കൂടുതൽ സാർത്ഥകമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.